നല്ല കറുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെയർ ഡൈ ഓയിലിൻ്റെ വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അതിലെല്ലാവരും വന്നിച്ച് കമൻറ്റ് ചെയ്തായിരുന്നു. എല്ലാവരും വെച്ചാൽ കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി ഇൻഡിഗോ പൗഡർ അലർജിയാണ്, അതായത് നമ്മുടെ നീലയാമരി അലർജിയാണ്, അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒത്തിരി പേര് വെച്ച്. പക്ഷേ ആ എണ്ണ തേച്ച് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടി കേട്ടോ. ഒത്തിരി പേര് എന്നോട് പറഞ്ഞു റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അലർജി ഉള്ളവരുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ അലർജി ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരെണ്ണ ഞാൻ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ, വേറെ ആൾ ചെയ്യുന്ന കണ്ട് ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കി. എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ പറഞ്ഞു കൊടുത്തു, അവളും അത് ചെയ്ത് അവൾക്കും അത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനത് ഒരു പ്രാവശ്യം വീഡിയോയിലിട്ടായിരുന്നു. വീഡിയോയിലിട്ടതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഇട്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ആരും ആ വീഡിയോ കാണാത്തവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചേക്കുന്നത്, കണ്ണിൽ എന്നതോ പോയി ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി ഇടുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്നതൊക്കെയാണ് നമ്മൾ ആ എണ്ണ ഉണ്ടാക്കുന്നത് ചേർക്കുന്നത് ചോദിച്ചാൽ അത് ഞാൻ ഇതിനകത്തെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞാണ് ഇനി വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഒരു സംശയങ്ങളും വരേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടതുണ്ട്, അന്നേരമൊക്കെ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട എണ്ണയുടെ അലർജി ഉള്ളവർക്കും ഇത് പിന്നെ അലർജി ഇല്ലാത്തവർക്കും ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ആ എണ്ണയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വെച്ച് നമ്മൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു എണ്ണയെന്ന് പറഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തു വിടാം. ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. മറ്റേ എണ്ണയെന്ന് പറയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഉണ്ടാക്കണം. പിന്നെ അത് വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല. അപ്പോൾ എന്നാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് പോകരുതേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിലൂടെ. നമുക്ക് ഈ ഡൈ ഉണ്ടാക്കാനായിട്ട് എന്നതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും ഒരു എണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ ഡൈ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്നാ സംഭവം ഉണ്ടോ. അപ്പോൾ അതിന് വേണ്ട എന്നാന്ന് ചോദിച്ചാൽ ഉലുവ ഇപ്പം 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് പിന്നെ കരിഞ്ജീരകം, അതും 2 സ്പൂൺ എടുക്കും. ഇതിന് വേണ്ടത് എന്നൊക്കെയാണ് തന്നെ ഇപ്പോൾ പറയുന്നത്. നെല്ലിക്കാപ്പൊടി വേണം, കയ്യോന്നി വേണം, പിന്നെ ശകലം ഒരു ശകലം മതി, ഒരു 1/4 സ്പൂൺ നമ്മുടെ എണ്ണപ്പൊടി, മൈലാഞ്ചിപ്പൊടി. അത് ഇലയുണ്ടെങ്കിൽ പൊടി ചേർക്കുന്നതിന് എത്ര നല്ല. പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം ഇതാണ് വെമ്പാലപ്പട്ട എന്ന് പറയും. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, നല്ലതാണ്. മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. ഇത് അങ്ങാടിക്കട മേടിക്കാൻ കിട്ടുന്നതാണ്. വലിയ വിലയൊന്നുമില്ല. ഒരു ശകലം മേടിച്ചാൽ മതി. ഇതിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ കുറച്ച് ഗ്രാം മേടിച്ചാൽ കുറേ പ്രാവശ്യമുണ്ട്. ഇതിപ്പോൾ കൈലാസത്തെ എണ്ണയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ചാണ്. അപ്പോൾ എണ്ണ തീർന്ന് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ഉണ്ടാക്കി എടുക്കുവാണ്. അപ്പം വേമ്പാലപ്പട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വേമ്പാലപ്പട്ട നമുക്ക് ഏറ്റവും അവസാനം മതി കേട്ടോ, അതങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ കരിഞ്ജീരകവും പിന്നെ നമ്മുടെ ഉലുവായും കൂടെ, ഈ 2 സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനകത്ത് 2 സ്പൂൺ ഉലുവ എടുത്തായിരുന്നു. അത്രയും തന്നെ കരിഞ്ജീരകം എടുത്ത് ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കട്ടെ. നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കട്ടെ. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാമെങ്കിൽ ഏറ്റവും നല്ല. അതിനകത്ത് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി നമ്മൾ എണ്ണ ഇതെല്ലാം സെറ്റാക്കുക എല്ലാം ചെയ്യുന്ന ഏറ്റവും നല്ല അതിനകത്തായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാവേ. ഇതിപ്പോൾ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് വറുക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് രണ്ടും കൂടി ഇട്ടൊന്ന് വറുത്ത്, എന്ന് വെച്ചാൽ കരിച്ച് വറക്കരുത് കേട്ടോ. ഇതിൻ്റെ കളർ, ഈ ഉലുവയുടെ കളർ ഒന്ന് മാറുന്നിടം വരെ നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞും പോവും, ഒരു സൈഡ് നമുക്കൊരുമാതിരി വറുത്ത മാതിരി, അങ്ങനെ 2 ഇതായിട്ട് ഇട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി വറക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഞാൻ അതിൻ്റെ കളർ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് വറുത്തതിന് ശേഷം കാണിക്കാവേ. അപ്പോൾ ഇത് എണ്ണ ഉണ്ടാക്കി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ നേരത്തെ ഞാനൊരു എണ്ണയുടെ ഇത് കാണിച്ചില്ലായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ലേ, അതുപോലല്ല ഇത് നമുക്ക് ഇച്ചിരി കൂടുതലുണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുവോ കൊടുത്ത് വിടുവോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ മാറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്ത്, കാര്യം ഈ ഇരുമ്പിൻചട്ടി ആയതുകൊണ്ടുണ്ടല്ലോ കുറച്ച് നേരം കൂടെ അതിനകത്ത് ചൂട് നിൽക്കും. അതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്ത്. ഇപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറിലേ വറുത്തെടുക്കാവുള്ളൂ കേട്ടോ, അല്ലാതെ കരിച്ച് വറുത്തെടുക്കരുത്.
ഈ ഒരു ഇത് മതി. ഇനി നമുക്കത് ഒരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം ചൂടാറാനായിട്ട്. നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ. നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ, നീയൊക്കെ മുടി കറക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കയ്യോന്നി. മുടി വളരാനും നല്ലതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഡൈക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. ഈ നമ്മൾ പൊടിയൊക്കെ മേടിക്കുന്നത് നല്ല പൊടി നോക്കി മേടിക്കുക, പന്നൽ മേടിക്കരുത്. പന്നൽ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റിസൾട്ട് ഒന്നും കിട്ടുകയില്ല. അപ്പം നിങ്ങളെല്ലാം പറയും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നാരും പറയരുത്. നെല്ലിക്കാപ്പൊടി നമുക്ക് ഒരു 2 സ്പൂൺ അടുപ്പിച്ച് വേണേ. നെല്ലിക്കാപ്പൊടിയൊക്കെ നല്ലതാണ്, തലയ്ക്ക് തണുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് നല്ലതാണ്. ഇത്രയും നമ്മളിനി നല്ലപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ മൊത്തം കൂടെ. അപ്പം ഇതെല്ലാം നല്ലപോലെ പൊടിച്ച് കേട്ടോ. പൊടിച്ച് ഇനി ഇത് നമുക്ക് എണ്ണ കാച്ചാണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇച്ചിരി കൂടെ കൂടുതൽ എണ്ണ കാച്ചി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഇപ്പം നിങ്ങൾ ഓർക്കും ഈ പൊടിയെല്ലാം കൂടെ എന്നതിന് വീണ്ടും ഇട്ട് പൊടിച്ചതെന്ന്. പൊടിയെല്ലാം ഇട്ട് പൊടിച്ചതെന്നു വെച്ചാൽ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഈ പൊടിച്ചേച്ച് നമ്മൾ മിക്സാക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അത്ര ഇതായിട്ട് കിട്ടത്തില്ല. ആ സമയം എല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാമെങ്കിൽ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും. ഞാനിതൊരു 250 ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൊടിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ ഇത്രയും പൊടി എടുത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എണ്ണ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പൊടി നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഇത് കുറച്ച്, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് ശരിയാവുമോ എന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ. സംശയം നമ്മുടെ കൂടപ്പുറപ്പാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ എടുത്തേക്കുന്നതിനേക്കാളൊക്കെ അളവ് കുറച്ച് നിങ്ങൾ എടുക്കുക. ഒരു ശകല എണ്ണയിൽ നിങ്ങൾ എന്നിട്ട് അതൊന്ന് ഇങ്ങനെ കാച്ചിയെടുക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഇതിലേക്ക് വേറൊരു പൊടിയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു കവറ് ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബ്രൂവിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി ചേർത്താലും മതി കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്ക് തീ കത്തിച്ചേച്ച് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ എണ്ണ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് മാറി തുടങ്ങും കേട്ടോ. ഈ കളറായിരിക്കുമല്ലോ ഇപ്പോൾ ഇത് അത്രയ്ക്ക് കൊണ്ട് കറുപ്പ് കളറല്ല. എണ്ണ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് അതിൻ്റെ കളറ് മാറി തുടങ്ങുന്നത്. എണ്ണ ഇപ്പം ഞാൻ തീ ഇച്ചിരി കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. തീ ഇച്ചിരി കൂട്ടിയിട്ട് തിളക്കാറാകുമ്പോഴത്തേക്ക് തീ കുറച്ചിടണം. പിന്നെ തീ കുറച്ചിട്ട് വേണം ഇത് കിടന്ന് തിളച്ച് സെറ്റാകാനായിട്ട്. അപ്പം നമ്മുടെ എണ്ണ തിളച്ചു. ഇനി തീ കുറച്ചിട്ട് ചെറുകെ ഇതെല്ലാം ഇതിനകത്ത് കിടന്നങ്ങ് നല്ലപോലെ മുരിഞ്ഞു വരും കേട്ടോ ഈ പൊടിയെല്ലാം. അന്നേരമാണ് ആ എണ്ണയുടെ ഒരു കറക്റ്റ് അളവ്. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുക എത്ര നേരം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കണം എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഇതിനകത്ത് പൊടിച്ചിട്ടേക്കുന്ന ആ ഉലുവായും ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നമ്മൾ ഈ എണ്ണ കാച്ചുമ്പോൾ ഒരു മുരുമുരാന്ന് വരുമല്ലോ, ആ ഒരു ഇത് വരുന്നതാണ് നമുക്കിതിൻ്റെ കണക്ക്. അതെല്ലാം കൂടെ നല്ലപോലെ മുരിഞ്ഞപ്പോൾ തീ കുറച്ചിട്ടു. ഇനി ചെറു തീ കിടന്ന് അതെല്ലാം നല്ലപോലെ ഒന്ന് സെറ്റാട്ടെ. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും എണ്ണ എടുത്ത് കാച്ചണമെങ്കിൽ കാച്ചാം കേട്ടോ. എന്നോട് മറ്റേ എണ്ണ ചെയ്യുന്ന സമയത്ത് അത് പക്ഷേ വെളിച്ചെണ്ണയിലായിരുന്നു ഞാൻ ചെയ്യുന്നത്. വേറെ എണ്ണ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ലാത്തത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ എണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇനി കടുകെണ്ണ വേണമെങ്കിൽ കടുകെണ്ണ ചെയ്യാം, ഒരു ഓയിൽ വേണമെങ്കിൽ ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനി നിങ്ങൾ കാച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ എണ്ണയുടെ കൂടെ ഇതും കൂടെ ചേർത്താണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തതാണ്. മുടി കറക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നല്ലപോലെ ഒന്ന് തിളച്ചെല്ലാം സെറ്റാട്ടെ. ഇതിപ്പം നല്ലപോലെ തിളച്ച്. ഇനിയിപ്പം നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഈ എണ്ണ തീ കൂട്ടിയിട്ട് നിങ്ങൾ തിളപ്പിച്ചതെല്ലാം കരിച്ച് കളയരുത്. തീ കുറച്ചിട്ട് തന്നെ വേണം നമ്മൾ ഈ എണ്ണ കാച്ചി എടുക്കാനായിട്ട്.
കുറച്ച് നേരം നമ്മളൊന്ന് തീ കൂട്ടിയിട്ട് എണ്ണ തിളക്കി ആകുമ്പോഴത്തേക്ക് തീ കുറച്ചിടണം. പിന്നെ തീ കുറച്ചിട്ട് തന്നെ വേണം നമുക്ക് ഈ എണ്ണ തിളപ്പിച്ച് എടുക്കാനായിട്ട്. എണ്ണ പറ്റിച്ചെടുക്കുമല്ല, ഈ പൊടിയെല്ലാം നമുക്കിതിൻ്റെ ഇളക്കുമ്പോൾ അറിയാം. ആ പൊടിയെല്ലാം മുരുമുരാന്നാകുമ്പോഴത്തേക്ക് നമുക്കൊരു തരി പോലെ നമുക്ക് സ്പൂണിൽ പറ്റും. അപ്പം നമുക്ക് മനസ്സിലാവും ആ എണ്ണ നല്ലപോലെ സെറ്റായെന്നുള്ളത്. പിന്നെ എണ്ണയുടെ കളറും മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീർവീഴ്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ, നമ്മൾ ഉലുവയൊക്കെ ചേർക്കുന്നതല്ലേ, നീർവീഴ്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് പനിക്കൂർക്കയുടെ ഇലയും കൂടെ അതിലേക്കിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു ശകലവേ ചേർക്കുന്നുള്ളേ, എണ്ണപ്പൊടിയാണ്. നിങ്ങൾ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ശകലം ഞാൻ ചേർക്കുന്നുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ചേർക്കുമ്പോഴത്തേക്ക് ചുവപ്പ് കളർ ഒരിക്കലും വരത്തില്ല. നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, യാതൊരു ചുവപ്പ് കളറും വരത്തില്ല. എണ്ണപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നില്ല, ശകലമേ ചേർക്കുന്നുള്ളൂ. ഇതുണ്ട്, അതും കൂടെ ചേർത്തപ്പോൾ എണ്ണയ്ക്ക് ഒന്നും കൂടെ കറുപ്പ് കളറാവുകയാണ് ചെയ്ത് നമ്മളിത് ഓഫ് ചെയ്യുവാണേ. എണ്ണ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു കേട്ടോ. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. എണ്ണയ്ക്കുണ്ട നല്ലൊരു കറുപ്പ് കളറൊക്കെ ആയി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് അങ്ങാടിക്കടയിൽ കിട്ടുന്നതാണ്. വേമ്പാലപ്പട്ട എന്ന് പറയും. നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷമേ ഇതിനകത്തോട്ട് നിങ്ങളിത് ചേർക്കാവുള്ളൂ കേട്ടോ. അതിന് മുന്നേ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ഒരു ചെറു ചൂടുണ്ടല്ലോ, ആ ചൂടോടു കൂടിയാണ് നമുക്കിത് ചേർക്കേണ്ടത്. ഞാൻ എടുക്കുന്ന എണ്ണയുടെ അനുസരിച്ചാണ് ഇതിനകത്ത് ഇതൊക്കെ ചേർത്തേക്കുന്നത്. എന്നിട്ടിതൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി ആണെങ്കിൽ ഈ ചൂട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതുമാണ് നല്ലത്. വെമ്പലപ്പെട്ടെന്ന് പറഞ്ഞാൽ മുടി കറക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, യോ ഇതൊക്കെ എവിടെ കിട്ടും എന്നൊക്കെ ഓർക്കും. അങ്ങാടിക്കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇത് എണ്ണയ്ക്കിടെ നല്ലപോലെ ഒന്ന് സെറ്റാട്ടെ. ഇതിനി ഇച്ചിരി തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാവേ. ഇപ്പം തണുത്തിട്ടില്ല, തണുത്തതിന് ശേഷം. ഞാൻ ഇതുപോലൊരു അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇങ്ങനെ തുണിയിൽ അരിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പം അരിപ്പയിൽ അരിച്ചെടുക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുണിയിലായിരുന്നു അരിച്ചെടുത്തത്, പക്ഷേ അതിനേക്കാൾ എനിക്ക് എളുപ്പം തോന്നിയത് അരിപ്പയിൽ അരിച്ചെടുക്കുന്നതാണെന്ന്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. എണ്ണ ഞാൻ അരിച്ചെല്ലാം എടുത്ത് കേട്ടോ. നല്ല കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കറുപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല കറുപ്പാണ്. നമ്മൾ ആ കറക്റ്റ് ഇതിൽ കാഴ്ചയെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറുത്ത എണ്ണയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് അറിയാം തല തേച്ചാലും മുടിക്ക് എത്രമാത്രം മാറ്റം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഈ എണ്ണ എങ്ങനെ തയ്യാറെടുക്കുന്നതൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടല്ലോ. അപ്പം ഞാൻ ഇതുപോലൊരു ബോട്ടിലിനകത്താണ് ഇതെടുത്ത് വെക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്തോട്ട് ഞാനിങ്ങനെ സ്പൂൺ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് എപ്പോഴും ഞാനിത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് എണ്ണയാണ്. അപ്പോൾ ഇത് രണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ടെണ്ണയും ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മറ്റേ എണ്ണ ഉപയോഗിക്കാറുണ്ട്, ഇതും ഉപയോഗിക്കാറുണ്ട്. രണ്ടും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന സൈസാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു ഇച്ചിരി മട്ട് പോലൊക്കെ ഉണ്ട്, അതൊന്ന് ഇളകി കിട്ടും. അതിനാണ് ഇതുപോലൊരു വാവട്ടമുള്ള ബോട്ടിലിനകത്ത് ആക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല ഇതായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളിത് ഒരു അരമണിക്കൂറെങ്കിലും തലമുടിയിൽ ഒന്ന് പുരട്ടി വെക്കുക. പുരട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ മുടി കഴുകാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം തന്നെയാണത്. എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഷാമ്പു ഉപയോഗിക്കാമോ? ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ നിർബന്ധമാണെങ്കിൽ ഒരു ഇച്ചിരി ഷാമ്പു വെള്ളത്തിലൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് പതിപ്പിച്ച് എണ്ണ മുഴുവൻ തലേന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യം ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പു ഇട്ടുകൊണ്ട് പോയേ പറ്റുള്ളൂ. നമ്മുടെ മുടി ഇങ്ങനെ എണ്ണ കുഴച്ച്, അത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. തലമുടി മുഴുവൻ എണ്ണ കുഴച്ച് അലച്ച് പൊളിച്ച് നടക്കുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ദിവസം നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് വെച്ചാൽ അന്നേരം ഷാമ്പു ഇട്ട് നിങ്ങളൊന്ന് കഴുകി വെച്ച് പിന്നെയും നിങ്ങൾ വന്നു കഴിഞ്ഞ് വീണ്ടും ഈ എണ്ണ ഇതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക.
അപ്പോൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ സ്കാൽപ്പിലൊക്കെ ആയിട്ട് നല്ലപോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മുടി കെട്ടി വെക്കുക. കെട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ മുടി വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും മുടിക്ക് കറുപ്പ് വരും. നിങ്ങളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഇപ്പോൾ ചോദിക്കും ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പറ്റും. ഇപ്പം നിങ്ങൾ ഡൈ തല ചെയ്തതാണെന്നിരിക്കട്ടെ. ഇപ്പം തലമുടി ഡൈ ചെയ്തു, മുടി ഇപ്പം ഇന്നലെ നിങ്ങൾ തല ഡൈ ചെയ്തു, ഇപ്പം ഇന്നാണ് നിങ്ങൾ എണ്ണ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ആ ഡൈ ചെയ്യുന്ന പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം, യാതൊരു പ്രശ്നമില്ല. കാര്യം പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതല്ല. ഇന്ന് പുരട്ടി നാളെ മുടി കറക്കണമെന്ന് ആരും പറയില്ല, എണ്ണയാണ്. നമ്മളിത് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ ബാക്കി പായ്ക്കൊക്കെ ഇടുന്ന പോലെയല്ല എണ്ണ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം മറക്കണ്ട, എല്ലാവരോടും ഒന്നും കൂടെ ഓർപ്പിച്ചേക്കുവാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളും മാത്രം സപ്പോർട്ട് ചെയ്യാതെ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ.